ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഉണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ എന്ന ദൈവത്തിൻ്റെ വചനം ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിലേക്ക് വന്ന് അതിനെ നിരോധിക്കുകയും അവിടെയുള്ള ശ്രേഷ്ഠന്മാരായ ആളുകളെ പിടിച്ചുകൊണ്ട് ബാബേലിലേക്ക് പോവുകയും ചെയ്യുന്ന ചരിത്രത്തെക്കുറിച്ചാണ് നമ്മൾ 1-ാം അധ്യായത്തിൽ വായിച്ചു വരുന്നത്. അങ്ങനെ ഒത്തിരി ശ്രേഷ്ഠരെന്ന് അവർക്ക് കണ്ട ആൾക്കാരെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി. അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് അവിടെ ഒരു കൽപ്പന പറയുകയാണ്. ഈ പിടിച്ചുകൊണ്ട് വന്നവരിൽ സുന്ദരന്മാർ, സകല ജ്ഞാനത്തിലും നിപുണന്മാർ, അറിവിൽ സമർത്ഥന്മാർ, വിദ്യാപരിജ്ഞാനികൾ, രാജധാനിയിൽ പരിചരിക്കുവാൻ യോഗ്യരായ കുറേ ആളുകളെ, ഇപ്പം പിടിച്ചുകൊണ്ട് വന്നവർ തന്നെ യോഗ്യന്മാരായ ആളുകളെ കൊണ്ടുവന്നത്. അതിനകത്ത് ഇത്രയും കാറ്റഗറിയിൽ യോഗ്യതയുള്ളവരെ ഫിൽട്ടർ ചെയ്യാൻ പറഞ്ഞു, അവരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അങ്ങനെ തിരഞ്ഞെടുത്ത് എത്ര പേരുണ്ടെന്ന് പറയാൻ നമുക്കറിയത്തില്ല, എന്നാൽ വളരെയധികം ആളുകളുണ്ട്. അവർക്ക് കൽദയ വിദ്യയും ആ ഭാഷയും ഒക്കെ അഭ്യസിപ്പിക്കുവാൻ 3 വർഷത്തെ സമയം കൊടുത്തു. 3 വർഷം അവരുടെ ആഹാരം രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നാണ്, താമസം അതിനോടൊക്കെ ബന്ധപ്പെട്ടാണ്. എന്ന് വെച്ചാൽ അവരുടെ ആരോഗ്യവും അവരുടെ ബുദ്ധിയും അവരുടെ സൗന്ദര്യവുമൊക്കെ ഏറ്റവും നല്ലതാകാൻ ഇപ്പോൾ തന്നെ തിരഞ്ഞെടുത്തവർക്ക് അതുണ്ട്. എന്നാൽ അത് നന്നായി കൂട്ടി രാജധാനിയിൽ അവരെ പ്രയോജനപ്പെടുത്തിയെടുക്കുവാൻ നെബൂഖദ്നേസർ ആഗ്രഹിക്കുക. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ 3 വർഷം, അല്ലെങ്കിൽ അവിടുത്തെ യൂണിവേഴ്സിറ്റി 3 വർഷം പഠിപ്പിക്കുക. അവിടെ താമസവും ആഹാരം എല്ലാം രാജകീയമായ രീതിയിലാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിനകത്തെ 4 യൗവനക്കാരായ ആൾക്കാർ, ഒന്ന് സ്തോത്രം ദാനിയേൽ തന്നെയാണ്, 2 ഹനന്യാവ്, മിശായേൽ, അസരിയാവ്. ഇവർ 4 പേരുണ്ട് ഈ കൂട്ടത്തിലുണ്ട്. ഇവർ 4 പേരും തങ്ങളെ നോക്കുവാൻ വെച്ചിരിക്കുന്ന ക്ഷണാധിപനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ബേൽശസ്സറിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിനകത്ത് ഒരല്പ വ്യത്യാസം തരണം. കാരണം ഞങ്ങൾക്കത് ആവശ്യമില്ല, ഞങ്ങളത് കഴിക്കൂല എന്ന് പറഞ്ഞ് ബേൽശസ്സറിനോട് പറയും. ബേൽശസ്സർ പറയുന്നു, അങ്ങനെയല്ല, നിങ്ങൾ ക്ഷീണിച്ചോ, നിങ്ങളുടെ മുഖം വാടിയോ, എന്തെങ്കിലും ഇരുന്ന് പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം പ്രശ്നമാണ്, എൻ്റെ തല കാണില്ല, ഞാനൊരു ഉത്തരവാദിത്വം ചെയ്തില്ല എന്ന് വരും. അപ്പോൾ ഇവർ പറയുന്നു, 10 ദിവസം ഞങ്ങളെ പരീക്ഷിക്കാൻ പറയും. അങ്ങനെ 10 ദിവസം പരീക്ഷിച്ചു. അതിനുശേഷം വീണ്ടും നോക്കുമ്പോൾ, അതാണ് നമ്മളിവിടെ വായിക്കുന്നത്, സ്തോത്രം. 10 ദിവസം കഴിഞ്ഞ ശേഷം അവർ നോക്കുമ്പോൾ ഈ രാജകൊട്ടാരത്തിൽ താമസിച്ച് രാജകീയ ഭക്ഷണം കഴിച്ച തിരഞ്ഞെടുക്കപ്പെട്ട ആ എത്ര ആളുകളുണ്ടോ അവരെയും ഈ 4 പേരെയും തമ്മിൽ നോക്കുമ്പോൾ സൗന്ദര്യത്തിലോ സ്തോത്രം പുഷ്ടിയിലോ ഒന്നിനും ഒരു കുറവ് അവരിൽ കാണുന്നില്ല. അപ്പം ബേൽശസ്സർ കണ്ടു. എന്താ കണ്ടതെന്നറിയാമോ? ആഹാരം എന്ന് വെച്ചാൽ രാജകീയ ഭക്ഷണം കഴിച്ചവരും ഇവരും തമ്മിലുള്ള വ്യത്യാസം കണ്ടു. നോക്കണം, ഇവരെല്ലാം യഹൂദ ബാലന്മാരാ, അല്ലെങ്കിൽ സ്തോത്രം ആർക്കും ഒരു വ്യത്യാസവുമില്ല. സ്തോത്രം. ഇവരെ തിരഞ്ഞെടുത്തപ്പോൾ എല്ലാവരുടെയും പുഷ്ടി നോക്കുമ്പോൾ ഇവരും അവരും പുഷ്ടിയുള്ളവരൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ പ്രൈസ് ദി ലോർഡ്, രാജകീയ ഭക്ഷണം പുഷ്ടി കൂട്ടിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, ശാഖപദാർത്ഥം കഴിച്ചപ്പോഴും ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരെക്കാൾ, ശാഖപദാർത്ഥം എന്ന് പറഞ്ഞാൽ കഞ്ഞി അല്ലെങ്കിൽ സ്തോത്രം, ആ ഭക്ഷണം കഴിക്കുമ്പോഴും രാജകീയമായ ഭക്ഷണമല്ല അവർക്ക് പുഷ്ടി ഉണ്ടാക്കുന്നത് എന്നത് ബേൽശസ്സർ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ചിന്തയോടെ എനിക്കിതിനകത്ത് പറയാൻ ആഗ്രഹമുണ്ട്. നോക്കണം, അതിന് 19-ാമത്തെ വാക്യത്തിൽ 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ മുമ്പിൽ ഇവരെ കൊണ്ട് നിർത്തുകയാണ്. ഇവരെ കൊണ്ട് നിർത്തുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് സ്തോത്രം ദാനിയേൽ, ഹനന്യാവ്, മിശായേൽ, അസരിയാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. അപ്പോൾ ശുശ്രൂഷ ഇവരെ എന്തിനു വേണ്ടിയാണോ ആ തെരഞ്ഞെടുത്ത് അവരെ പ്രാപ്തിയുള്ളവരാക്കാൻ വേണ്ടി രാജാവ് ആഗ്രഹിച്ചോ, ആ ആഗ്രഹിച്ചതിൽ ഈ 4 പേര്
ഏറ്റവും നിപുണനായിരുന്നു. എന്ന് വെച്ചാൽ ഒന്നുകൂടെ ഏതിൽ നിന്നറിയാമോ ഒന്ന് പറഞ്ഞാൽ സ്തോത്രം, ആ രാജാവ് അവരോട് വിവേകസംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവർ തൻ്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടരെന്ന് കണ്ടു. അപ്പൊ തങ്ങളുടെ യൂണിവേഴ്സിറ്റി പഠിച്ചവരെക്കാളും 10 ഇരട്ടി വിശിഷ്ടരാണ് ഈ 4 പേരെന്ന് കണ്ടു. ഒരു ചിന്ത ഇതിനകത്ത് പറഞ്ഞ് ഞാൻ ഈ ഭാഗം സ്തോത്രം അടുത്തൊരു ചിന്തയിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ദൈവമക്കളെ സ്തോത്രം, ആഹാരമോ ഇവർ പഠിച്ച വിദ്യ ആ സ്തോത്രം ഒന്നുമല്ല അവരെ വിശിഷ്ടരാക്കി തീർത്തത്. പകരം സ്തോത്രം എന്താണെന്ന് ചോദിച്ചാൽ സ്തോത്രം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 2-ാം അധ്യായം 17-ാമത്തെ വാക്യമാണ് സ്തോത്രം നമ്മൾ 18-ാമത്തെ വാക്യമാണ് വായിക്കേണ്ടത്. ദൈവത്തിൻ്റെ കരുണ അപേക്ഷിക്കുവാൻ തക്കവണ്ണം എന്ന് വെച്ചാൽ ഈ 4 പേർക്കും സ്തോത്രം അവർ രാജകീയമായ ഭക്ഷണം കഴിച്ചിട്ടില്ല. സ്തോത്രം അവരുടെ വിദ്യയിൽ അല്ലേ സ്തോത്രം ഒക്കെ അഭ്യസിച്ചിട്ടുണ്ടാകാം. മറ്റവരും അഭ്യസിച്ചതല്ലേ? ഹല്ലേലൂയ. ഈ കൽദേയർ അഭ്യസിച്ചതാ, മന്ത്രവാദികൾ ഈ വിദ്യയെ അഭ്യസിച്ചതാ, അവരാണ് ഇവരെ പഠിപ്പിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. മാത്രമല്ല നമ്മൾ മുൻപോട്ട് നോക്കിയാൽ ഈ പിടിച്ചുകൊണ്ടുവന്ന ബാലന്മാരെല്ലാം അഭ്യസിച്ചതാ, അവരെക്കാരെല്ലാം 10 ഇരട്ടി കൂടി എന്ന് പറയുമ്പോൾ സ്തോത്രം ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഇവർ പ്രാർത്ഥിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ചിന്ത സ്തോത്രം ഒരു ചിന്ത ഇവിടെ പറഞ്ഞു വിടുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവർ അഭ്യസിപ്പിച്ച വിദ്യയോ അവർ കഴിച്ച ഭക്ഷണവും അല്ല ഇവർ വിശിഷ്ടരായി വിളങ്ങിയത്. പകരം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ നിന്ന് പ്രാപിച്ച ഒരു കൃപ ഹല്ലേലൂയ അവരെ വിശിഷ്ടരാക്കി. സൗന്ദര്യത്തിലും പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കഴിവിലും സ്തോത്രം ഹല്ലേലൂയ ആരോഗ്യത്തിലുമെല്ലാം വിശിഷ്ടരാക്കി. ഹല്ലേലൂയ രാജാവായ നെബൂഖദ്നേസറും ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ സ്തോത്രം ഷണ്ഡാധിപനായ മേൽസേരും കണ്ടു എന്നതാണ് ബിലെയാം ബാലാക്കിനോട് പറയുന്ന ചില ചിന്തകൾ. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ 24-ാം അധ്യായത്തിലും കിടപ്പുണ്ട്. ഇസ്രായേലിനെ കുറിച്ച് അവൻ പറയുന്നത് ഇങ്ങനെയാണ് സ്തോത്രം, രാജകോലാഹലം അവരുടെ മധ്യത്തിൽ ഉണ്ട്, ദൈവം അവരെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്നു, കാട്ടുപോത്തിന് തുല്യമായ ബലം അവനുണ്ട്. അപ്പോൾ സ്തോത്രം ഇസ്രായേലിൻ്റെ പുഷ്ടിയെക്കുറിച്ച്, അവൻ്റെ സന്തോഷത്തെക്കുറിച്ച് സ്തോത്രം, അവൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഹല്ലേലൂയ ലക്ഷണവിദ്യ ആഭിചാരവും ഒന്നും ഫലിക്കയില്ല എന്നൊക്കെ പറഞ്ഞ് സ്തോത്രം യഹോവ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ബിലെയാം ബാലാക്കിനോട് പറഞ്ഞു കൊടുക്കുന്ന കുറേ വാക്കുകളുണ്ട്. ഞാനിത് പറയുന്നതിൻ്റെ എല്ലാം അർത്ഥം ഇത് ദൈവമക്കളെ സ്തോത്രം, ഒരു ദൈവഭക്തനെ സംബന്ധിച്ചോളം അവൻ്റെ ബലം, അവൻ്റെ ശക്തി, അവൻ്റെ കഴിവ്, അവൻ്റെ സൗന്ദര്യം, അവൻ്റെ ഉയർച്ച, അവൻ്റെ നന്മ ഒന്നും ഈ ഭൂമിയിലെ ഭൗതികമായ ഒരു മേഖലയും അല്ല. പകരം ദൈവം അവന് കൊടുക്കുന്നു എന്നുള്ളതാണ്. 1-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ് സ്തോത്രം, ഒരു ഭക്തനെ വിവരിച്ചിരിക്കുന്നത് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ഒരു വൃക്ഷത്തെ ഉപമിച്ചാണ് ഒരു ഭക്തനെ പറയുന്നത്. അവൻ്റെ ഇല വാടുന്നില്ല, അവൻ ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നു. കാരണം അവിടെ ഇരിക്കുന്നത് അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഒരു ഭക്തനെ സംബന്ധിച്ചോളം സ്തോത്രം അവൻ്റെ വേര് ചെന്ന് ഇറങ്ങി നിൽക്കുന്നത് സ്തോത്രം വെള്ളമുള്ള ഒരു സ്ഥലമാണ്. ഏതാ വെള്ളം? ഹല്ലേലൂയ, യേശുവിലാണ് അവൻ്റെ വേര് അവൻ ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്തോത്രം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, വേരിൽ നിന്ന് സ്തോത്രം ഹല്ലേലൂയ വേരതിനെ ചുമക്കുക, നാം കൊമ്പുകളാ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ മേൽ ഹല്ലേലൂയ സ്തോത്രം. ഒരു വൃക്ഷത്തിൻ്റെ വേര് സ്തോത്രം അതാണ് വെള്ളം പിടിച്ചു കൊണ്ടുവന്ന് ഈ വൃക്ഷത്തിൻ്റെ കൊമ്പിലേക്ക് കൊടുക്കുന്നത്. ഈ കൊമ്പിനുണ്ടാകുന്ന പുഷ്ടിയും തഴപ്പും ഫലവും എല്ലാം സ്തോത്രം തടിയോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ളത് തടിയോട് ചേർന്നിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലോകത്തിലെ ബാഹ്യമായ എന്തൊക്കെ കഴിച്ചാലും കുടിച്ചാലും ബുദ്ധിയോ ജ്ഞാനമോ അറിവോ കൂടുമായിരിക്കാം. പക്ഷേ ഏറ്റവും വിശിഷ്ടമാകുന്നത് സ്തോത്രം ഹല്ലേലൂയ ഈ തടിയോട് ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന വിശിഷ്ടതയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബൈബിളിനകത്ത് സ്തോത്രം ഒരു പദം ഇങ്ങനെയുണ്ട് സ്തോത്രം, ഒരു 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 കഴുതയുടെ പുറത്തേക്ക് സ്തോത്രം യേശു കയറുന്നു. ആ കഴുതയുടെ മുമ്പിൽ എന്തൊക്കെ വീഴുന്നുണ്ട്? വസ്ത്രങ്ങൾ വീഴുന്നു, അല്ലെങ്കിൽ കഴുതയുടെ ആർപ്പിടുന്നു, ആളുകൾ ഹോശന്ന വിളിക്കുന്നു. പക്ഷെ കഴുതയ്ക്ക് വേണ്ടിയല്ല പുറത്ത് കയറിയ ഹല്ലേലൂയ സ്തോത്രം കർത്താവിനെയാണ് അവർ ഹോശന്ന പാടുന്നത്. പക്ഷേ സ്തോത്രം അതിൻ്റെ ബഹുമാനം എല്ലാം ആ കഴുതയ്ക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പുഷ്ടിയും ഉയർച്ചയും നന്മയും അനുഗ്രഹവും ഒരു ഭക്തനുള്ളതെല്ലാം കർത്താവ്
നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ യഹൂദ ബാലന്മാരുടെ ജീവിതത്തിലും അതുതന്നെയാണ് അവർ അനുഭവിച്ചത്. ഹല്ലേലൂയ. യഹോവയായ ദൈവം അവരുടെ കൂടെ ഇരുന്നു എന്നുള്ളതാണ്. ആ കർത്താവിനോട് ഹല്ലേലൂയ സ്തോത്രം അവർ അപേക്ഷ കഴിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ അവർ മുന്നേറിയതുകൊണ്ട് സ്തോത്രം അവർ വിശിഷ്ടരായി വിളങ്ങിയെന്ന്. അതുപോലുള്ള അനുഭവങ്ങൾ കർത്താവ് നമുക്ക് തരട്ടെ. മറ്റുള്ളവർ നമ്മിൽ ഹല്ലേലൂയ ചിലത് കാണുന്നത് സ്തോത്രം നമ്മിൽ ഉള്ള എല്ലാ വിശിഷ്ടതകളും ഹല്ലേലൂയ കർത്താവ് നമുക്ക് തരുന്നതാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ആ കൊമ്പുകളായി സ്തോത്രം ആ കൊമ്പ് ഹല്ലേലൂയ മരത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നമുക്ക് ചേർന്നിരിക്കാം. ദിവസങ്ങൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. രാജാവ് ഹല്ലേലൂയ സ്തോത്രം യഹൂദ ബാലന്മാരിൽ കണ്ടതുപോലെ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സ്തോത്രം ആ ഷണ്ഡാധിപൻ കണ്ടതുപോലെ ചില വിശിഷ്ടതകൾ നമ്മിൽ കാണുവാനിടയാകട്ടെ. അതിനായി വചനങ്ങൾ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ കർത്താവെ ദാനിയേലും കൂട്ടരും കർത്താവെ ഹല്ലേലൂയ അങ്ങയിൽ നിന്ന് പ്രാപിച്ച കൃപ കൊണ്ട് വിശിഷ്ടരായി മാറിയതുപോലെ അങ്ങയോട് ചേർന്നിരുന്ന് ഞങ്ങൾ വിശിഷ്ടരായി മാറുവാൻ ഞങ്ങളിൽ ചില വിശിഷ്ടതകൾ മറ്റുള്ളവർ കാണുവാൻ ഇടയാകേണ്ടതിന് കർത്തൃകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാ മഹത്വം അങ്ങയ്ക്ക് യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിനം ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ്.